Hi students, welcome back to Max Cafe Kerala University. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെം 2 സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, കോംപ്ലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫോർ BSc മാത്സിനുള്ള കോംപ്ലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ടോപ്പ് 20 ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെങ്കിലും പഠിച്ചുകൊണ്ട് പോവുക. ലാസ്റ്റ് നിമിഷം പഠിക്കുന്നവർ ഈ ടോപ്പിക്സ് എങ്കിലും പഠിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. അതുപോലെ S2 പെയ്ഡ് നോട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. 3 സബ്ജക്റ്റാണ്, മാത്സ്, സ്റ്റാറ്റ്, ഫിസിക്സ് ആണുള്ളത്. ഒരു സബ്ജക്റ്റിന് 200 റുപ്പീസ് ആണ്. അതുപോലെ 3 സബ്ജക്റ്റും കൂടെ 450 റുപ്പീസ് ആണ്. അത് കോംബോ ഓഫറാണ്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. 9645460484 എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് ഉള്ള നമ്പറാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അതായത് ഫസ്റ്റ് മൊഡ്യൂൾ സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്ന് പറയുന്നൊരു ടോപ്പിക്കുണ്ട്. അത് 2 മാർക്കിനായാലും 4 മാർക്കിനായാലും 15 മാർക്കിൻ്റെ പാർട്ടായാലും ചോദിക്കും. അത് കണക്ക് അഡിഷൻ തിയറം, അതായത് P ഓഫ് A യൂണിയൻ B, P ഓഫ് A യൂണിയൻ B യൂണിയൻ C, ഇതൊക്കെ ചോദിക്കാം. ഇത് ചോദിക്കാമെന്നല്ല, ചോദിച്ചിരിക്കും. 15 മാർക്കിൻ്റെ A പാർട്ടായിട്ടോ ഒക്കെ ചോദിച്ചിരിക്കും. അഡിഷൻ തിയറം ഓഫ് 2 ഈവൻസ് ആൻഡ് 3 ഈവൻസ് എന്ന് പറഞ്ഞൊരു പോർഷനുണ്ട്. അത് നമ്മുടെ വീഡിയോയിൽ അതിൻ്റെ നോട്ട്, സിമ്പിൾ നോട്ട്, ഏറ്റവും സിമ്പിളായിട്ടുള്ള നോട്ട് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. മൊഡ്യൂൾ 2 ബേസ് തിയറം എന്ന് പറഞ്ഞൊരു തിയറം ഉണ്ട്. അതിൻ്റെ പ്രൂഫും അതിൻ്റെ ഡെഫിനേഷനും 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ 15 മാർക്കിൻ്റെ ആദ്യമേ ബേസ് തിയറം എന്താണെന്ന് നമ്മൾ എഴുതണം. അതിനുശേഷം അതിൻ്റെ പ്രൂഫ് ചെയ്യണം. പിന്നെ അതിൻ്റെ B പാർട്ടായിട്ട് അതിൻ്റെ പ്രോബ്ലം ചോദിക്കും. ഇത് ഒരു essay പാർട്ടിൽ എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ 3rd മൊഡ്യൂൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ അങ്ങനെയൊന്നുമില്ല, എല്ലാം ഇമ്പോർട്ടൻ്റ്. ആ മൊഡ്യൂളെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ്. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് എന്താ PMF, അതിൻ്റെ പ്രോപ്പർട്ടി, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, അതിൻ്റെ പ്രോപ്പർട്ടീസ്, എല്ലാ ഫംഗ്ഷനും അതിൻ്റെ പ്രോപ്പർട്ടിയും നമ്മൾ പഠിച്ചുകൊണ്ട് പോകണം. കാരണം എന്ന് വെച്ചാൽ ഇത് 2 മാർക്കിനൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ അത് 4 മാർക്കിന് ഒഴിക്കും പ്രോപ്പർട്ടീസ്. അപ്പം എല്ലാം ഇപ്പോൾ PMFൻ്റെ പ്രോപ്പർട്ടി, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി, PDF എന്തോ ആണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്, ജോയിൻ PMF, ജോയിൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, എല്ലാം കുറേ ഉണ്ട്. അത് പഠിച്ച് വെച്ചേക്ക് വലിയ പാടൊന്നുമില്ല. പിന്നെ അതിനകത്തുനിന്ന് നോക്കേണ്ട പ്രോബ്ലം സെക്ഷൻ എന്ന് വെച്ചാൽ മാർജിൻ ആൻഡ് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. പിന്നെ ഇൻഡിപെൻഡൻസ് ഓഫ് 2 വേരിയബിൾസ് എന്ന് പറഞ്ഞ സെക്ഷനുണ്ട്. ഇതിനകത്തുനിന്ന് പ്രോബ്ലം എന്തായാലും ചോദിച്ചിരിക്കും. അത് ആ ക്വസ്റ്റ്യൻ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കാം. പിന്നെ ലാസ്റ്റ് മൊഡ്യൂൾ എക്സ്പെക്റ്റേഷനാണ്. അതിനകത്തുനിന്ന് ചോദിക്കാൻ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. കോച്ചി-സ്വാർട്സ് ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ചോദിക്കും, എല്ലാ പ്രാവശ്യം ചോദിക്കും. പിന്നെ ഈ MGFും പ്രോപ്പർട്ടിയും എക്സ്പെക്റ്റേഷനും മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷനൊക്കെ 2 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ചോദിക്കാൻ വരും. പിന്നെ എക്സ്പെക്റ്റേഷൻ്റെ പ്രോബ്ലവും ചോദിക്കാം. ഇത്രയും നോക്കണം. ഇതിൻ്റെ PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. ഇപ്പം ടെലിഗ്രാമിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കും. എല്ലാവരും അങ്ങോട്ട് വന്നാൽ മതി. താങ്ക് യു.